നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? മതി പണിയെടുത്തത്. വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് നാളെ രാവിലെ കുറച്ച് നേരത്തെ പോകാനുണ്ട്. നേരം 11 കഴിഞ്ഞിട്ടും ഭാര്യയെ ബെഡ്റൂമിലേക്ക് കാണാതായപ്പോൾ തിരക്കി വന്നതാണ് പ്രദീപ്. ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്. ദീപ്തി പേടിയോടെ പറഞ്ഞു. നിന്നോടല്ലേ ബാക്കി നാളെ ചെയ്യാമെന്ന് പറഞ്ഞത്? 5 മിനിറ്റ് ഞാൻ നോക്കും. അതിനു മുൻപ് വന്നില്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. പ്രദീപ് ദേഷ്യത്തോടെ അവളെ നോക്കി. ഇപ്പൊ വരാം ഞാൻ. ദീപ്തി വാക്കുകൾ കിട്ടാതെ തപ്പി തടഞ്ഞു. പിന്നെ വരുമ്പോൾ ഈ മുഷിഞ്ഞ മാക്സി മാറ്റി മേല് കഴുകിയൊന്ന് വൃത്തിയായിട്ട് വേണം വരാൻ. എപ്പം നോക്കിയാലും വൃത്തിയില്ലാതെ നടന്നോളും. നിനക്കെന്താ ഇടം വേറെ നല്ല തുണിയിലാഞ്ഞിട്ടാണോ? അലമാര നിറയെ പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. എന്നാലും മനുഷ്യന് കണ്ട അറപ്പ് തോന്നുന്ന പോലെ വൃത്തിയില്ലാത്ത തുണിയും വിട്ട് നടന്നോളും. പെറുപെറുത്തുകൊണ്ട് പ്രദീപ് മുറിയിലേക്ക് പോയി. ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിക്കിട്ടിട്ട് കയ്യിലെ വെള്ളം മാക്സിയിൽ തുടച്ചുകൊണ്ട് അവളും അവന് പിന്നാലെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് അലമാരയിൽ നിന്നും ധൃതിയിൽ മറ്റൊരു മാക്സി എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. ഹോ, ഇന്നിനി ഇത്ര നേരമായ സ്ഥിതിക്ക് വേറെ മാക്സിയും കുത്തിക്കയറ്റി വരണമെന്നില്ല. ഒന്ന് മേല് കഴുകി വൃത്തിയായിട്ട് വന്നാൽ മതി. പ്രദീപ് തൻ്റെ ടീഷർട്ട് ഊരി മാറ്റി ബെഡിൽ കയറി കിടന്നു. അവൻ്റെ നിർദ്ദേശം കേട്ട് തല കുലുക്കിക്കൊണ്ടവൾ മാക്സി അവിടെ വെച്ചിട്ട് തോർത്ത് മാത്രം എടുത്ത് ബാത്റൂമിലേക്ക് കയറി. പിന്നെ ധൃതിയിൽ ചന്ദ്രിക സോപ്പ് തേച്ചുകൊണ്ട് ഒന്ന് കുളിച്ചിട്ട് അവൾ തോർത്തുകൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു പുറത്തേക്ക് വന്നു. പ്രദീപ് പറഞ്ഞതുപോലെ കൃത്യം 5 മിനിറ്റിൽ തന്നെ ദീപ്തി അവൻ അരികിലെത്തി. ഓ, വന്നോ? ആ തോർത്ത് മാറ്റി വന്ന് ഇങ്ങോട്ട് കിടക്കടി. കേട്ടി 10 കൊല്ലം കഴിഞ്ഞിട്ടും അവളുടെ ഒരു നാണം. ഫു. പ്രദീപിൻ്റെ ആട്ട് കേട്ട് ദീപ്തിക്ക് വിറയല് തോന്നി. ഒപ്പം നാണക്കേട് കൊണ്ട് അവളുടെ മുഖം താഴ്ന്നു. എങ്കിലും അനുസരണയുള്ള പാവയെപ്പോലെ അവൾ തോർത്തു മാറ്റി. പൂർണ്ണ നഗ്നയായി കട്ടലിൽ വന്നിരുന്നു. കൊത്തിപ്പറിക്കും പോലെയുള്ള അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചൂളിപ്പോയി. 1 പെറ്റ് വർഷം 10 കഴിഞ്ഞെങ്കിലും നിന്റെ ശരീരം ഇപ്പോഴും ഉടഞ്ഞിട്ടില്ലല്ലോടി. നിന്നിൽ കൊള്ളാവുന്നൊരു ഗുണം ഇത് മാത്രമേ ഉള്ളൂ. പഠിപ്പും വിവരവും പണവും ഇല്ലെങ്കിലും മേനിമുഴുപ്പുണ്ടല്ലോ. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തിനു കൊള്ളാം നിന്നെ. ആ പറഞ്ഞതും ദീപ്തിയെ അവൻ ബെഡിലേക്ക് അമർത്തി. പ്രദീപിന്റെ കൈക്കുള്ളിൽ കിടന്ന അവൾ ഞെളിപിരി കൊണ്ടു. അവന്റെ കരുത്തുള്ള കൈ അവളുടെ മാറിടങ്ങളെ കശക്കി ഉടച്ചു. പല്ലുകൾ ആഴ്ത്തി കടിച്ചുകൊണ്ട് അവൻ അതൊക്കെ ആസ്വദിച്ചു. അപ്പോഴെല്ലാം വേദനയല്ലാതെ മറ്റൊന്നും അവൾക്ക് തോന്നിയില്ല. അതുപോലെ അശ്ലീല വീഡിയോയിൽ കാണുന്ന പലതും അവൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവൾ എതിർത്താൽ ദീപ്തിയെ ക്രൂരമായി വേദനിപ്പിക്കും. ആ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അറപ്പും വീർപ്പും ഉള്ളിലടക്കി പ്രദീപ് പറയുന്നതെല്ലാം അവൾ ചെയ്യുന്നത്. പക്ഷേ അന്ന് അവൻ പറഞ്ഞ വൃത്തികേടുകൾ ചെയ്തു കൊടുക്കാൻ ദീപ്തിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അതോടെ ദേഷ്യം വന്ന പ്രദീപ് അവൾ ഇരുകരണത്തും മാറി മാറി അടിക്കുകയും മുടി കൂട്ടിപ്പിടിച്ച് അവളുടെ ഭിത്തിയിൽ ഉറയ്ക്കുകയും ചെയ്തു. പരമാവധി വേദനിപ്പിച്ചപ്പോൾ ഗതികെട്ട ദീപ്തി പിന്നീട് അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു. എല്ലാം കഴിഞ്ഞ് പ്രദീപ് തളർന്നുറങ്ങുമ്പോൾ ദീപ്തിക്ക് ഓക്കാനിച്ചിട്ട് വയ്യായിരുന്നു. പക്ഷെ ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോകാനുള്ള ശക്തി കൂടി അവൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ വായ തുടച്ച് തേങ്ങൽ ഉള്ളിലടക്കി കിടന്നു. ആ കിടപ്പ് ദീപ്തി എപ്പോഴും ഉറങ്ങിപ്പോയി. കഴിഞ്ഞ 10 വർഷമായിട്ട് ദീപ്തി ഇതെല്ലാം സഹിക്കുന്നതിനാൽ അവൾക്കുള്ളിൽ കരഞ്ഞുകൊണ്ട് മിണ്ടാതെ കിടക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. ദീപ്തിയുടെയും പ്രദീപിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. തീരെ പാവപ്പെട്ട വീട്ടിലെ മൂത്ത മകളായിരുന്നു അവൾ. പ്രദീപിൻ്റെ അമ്മ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാണ് അവളെ മകന് വേണ്ടി ആലോചിച്ചത്. നല്ല സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ച ശേഷം ആ പൈസ കൊണ്ട് ബിസിനസ് നടത്തണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷെ അമ്മയുടെ പ്രവൃത്തി കാരണം അവൻ്റെ ആഗ്രഹം നടന്നില്ല. അവരുടെ വിവാഹം നടക്കുമ്പോൾ പ്രദീപ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൂപ്പർവൈസർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ കൊല്ലം ഒന്നായപ്പോൾ അവൾക്കൊരു മോളുണ്ടായി. പിന്നീട് 2 വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് ജോലിക്കാരനായിരുന്ന പ്രദീപിൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ ആ ജോലി പ്രദീപിന് കിട്ടി. ഗവൺമെൻറ് ജോലി കിട്ടിയതോടെ പഠിപ്പും പണവുമില്ലാത്ത ഭാര്യ അവന് ഭയങ്കര നാണക്കേടായി തോന്നി. അതുവരെ അവൻ്റെ രതിവൈകൃതങ്ങൾ സഹിച്ചാൽ മാത്രം മതിയായിരുന്നു ദീപ്തിക്ക്. പിന്നീട് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കൂടി കേൾക്കേണ്ടി വന്നു. ഇതിനിടയിൽ അവൾക്ക് ഏക ആശ്വാസം പ്രദീപിൻ്റെ അമ്മയാണ്. സ്വന്തം മകൻ മരുമകളോട് കാണിക്കുന്ന ക്രൂരത അവർക്കറിയാം. പലതവണ അതിൻ്റെ പേരിൽ വീട്ടിൽ വലിയ വഴക്ക് തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ വാക്കുകൾക്കൊന്നും അവൻ വില കൊടുക്കാറില്ല. പ്രദീപിന് അവൻ്റെ അച്ഛൻ മരിക്കുന്നത് വരെ മാത്രമേ അച്ഛനെയും അമ്മയും പേടിയും ബഹുമാനവും ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ജോലി കൂടി കിട്ടിയപ്പോൾ അവനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാതെയായി. അതുകൊണ്ട് ദീപ്തിയുടെ വേദനകൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. പിറ്റേ ദിവസം അതിരാവിലെ 5 മണിക്ക് അലാറം അടിക്കുമ്പോൾ ദീപ്തിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ദേഹം മുഴുവൻ വേദനയായിരുന്നു.
എങ്കിലും എഴുന്നേൽക്കാതെ വേറെ നിവർത്തിയില്ലാത്തതിനാൽ അവൾ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് വേച്ച് ബാത്റൂമിലേക്ക് നടന്നു. തലേ ദിവസത്തെ രാത്രി എന്നത്തെക്കാളും കുറച്ച് ക്രൂരമായിരുന്നുവെന്ന് അവൾ ഓർത്തു. ഒരിക്കൽ പ്രദീപ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാം സഹിക്കാനായിരുന്നു അവിടുന്ന് കിട്ടിയ ഉപദേശം. കെട്ടിച്ചു വിട്ട മകൾ വീട്ടിൽ വന്ന് നിന്നാൽ തങ്ങൾക്കും നോക്കാൻ ഒരു നിവർത്തിയുമില്ലെന്ന് അച്ഛനും അമ്മയും. താൻ ജോലിക്ക് പോയി സ്വന്തം കാര്യവും മോളെയും നോക്കിക്കോളാമെന്നൊക്കെ ദീപ്തി പറഞ്ഞുവെങ്കിലും മകള് വലിയ വീട്ടിൽ മരുമകളായി ജീവിക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കുന്നതായിരുന്നു അവർക്ക് അഭിമാനം. അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ ഒരിടത്തുമില്ലാതെ ദീപ്തിക്കെല്ലാം സഹിക്കേണ്ടി വന്നു. പ്രദീപിന്റെ അമ്മയ്ക്കും അവളുടെ വേദനകൾ കണ്ട സങ്കടം ഉള്ളിൽ ഒതുക്കാനല്ലാതെ ഒന്നിനും കഴിഞ്ഞില്ല. ബാത്റൂമിൽ കയറി വേഗം മുഖമൊന്നു കഴുകിയ ശേഷം ദീപ്തി അടുക്കളയിലേക്ക് പോയി. അവിടെ എത്തി അവൾ കണ്ടത് തലേദിവസം അവൾ പകുതിക്കിട്ടിട്ട് പോയ ജോലികൾ ചെയ്തു തീർക്കുന്ന പ്രദീപിന്റെ അമ്മയാണ്. അടുക്കള വാതിൽക്കൽ നിൽക്കുന്ന ദീപ്തിയെ കണ്ട അംബിക ഞെട്ടലോട് അവളെ നോക്കി. കഴുത്തിലും മുഖത്തുമൊക്കെ ചോര കല്ലിച്ച് കിടക്കുന്ന പാടുകൾ, അടികൊണ്ട് വീർത്ത കവിളുകളും കണ്ടപ്പോൾ തലേ രാത്രിയിൽ അവൾ ഇത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് അംബികയ്ക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മോളെ, ഇത് എന്ത് കോലാടി! എൻ്റെ മോൻ ഇത്രയും ദുഷ്ടനായി പോയല്ലോ. ഞാൻ കാരണമല്ലേ മോളെ നിന്റെ ജീവിതം ഇങ്ങനെയായത്? ഇനിയും അവൻ്റെ ക്രൂരത സഹിച്ച് നീ ഇവിടെ ജീവിക്കേണ്ട. ഓരോ ദിവസവും അവൻ്റെ അതിക്രമം കൂടുകയാണ്. അതുകൊണ്ട് മോൾ അമ്മ പറയുന്ന അനുസരിക്കണം. ഇപ്പം തന്നെ നമുക്കൊരു ഓട്ടോ പിടിച്ച് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകണം. ഡോക്ടറെ കണ്ട് നീ ചികിത്സ തേടണം. എന്നിട്ട് അവരോട് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് പോലീസ് വരുമ്പോൾ നീ പ്രദീപിൻ്റെ കേസ് കൊടുക്കണം. ഇനി അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നും നിൽക്കണ്ട. ഈ കോലത്തിൽ നമുക്ക് പോകാം. നിന്റെ ഈ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാകും നീ എത്രത്തോളം പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഞാനുണ്ടാകും നിന്റെ കൂടെ. ഇനിയും തൻ്റെ മരുമകളെ മകൻ്റെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അംബികയുടെ വാക്കുകൾ അവൾക്ക് ധൈര്യമായി. പ്രദീപ് തന്നോട് ചെയ്യുന്ന ക്രൂരതകൾ എന്തെങ്കിലും അവന് തിരിച്ചടി നൽകണമെന്ന് അവൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അംബികയുടെ പിന്തുണ ലഭിച്ചപ്പോൾ ധൈര്യമായി. അങ്ങനെ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ദീപ്തിയുടെ പരാതി പ്രകാരം ഗാർഹിക പീഡനത്തിന് പ്രദീപിനെതിരെ കേസെടുത്തു. കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രദീപിൻ്റെ ജോലി പോകുമെന്ന അവസ്ഥയായി. അതിൻ്റെ തുടർന്ന് പ്രദീപിൻ്റെ വക്കീൽ കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെൻറ്റിന് പ്രദീപ് തയ്യാറാണെന്ന് ദീപ്തിയുടെ വക്കീലിനെ അറിയിച്ചു. കേസും വഴക്കുമായി വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങാൻ അവൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു തുക അവൾ കോമ്പൻസേഷനായി ആവശ്യപ്പെട്ടു. ജോലിക്ക് പോകാതിരിക്കാനായി അവൾ ആവശ്യപ്പെട്ടത് കൊടുക്കുകയല്ലാതെ വേറെ നിവർത്തി പ്രദീപിനുണ്ടായിരുന്നില്ല. അങ്ങനെ താൻ ഇത്രനാളും അനുഭവിച്ച പീഡനങ്ങൾക്ക് നല്ലൊരു തുക വാങ്ങിച്ചെടുത്തു ദീപ്തി. പിന്നീട് ആ കാശ് കൊണ്ട് സ്വന്തമായി ഒരു വീട് വാങ്ങി മകളെയും പ്രദീപിൻ്റെ അമ്മയും കൊണ്ട് അവിടേക്ക് താമസം മാറി. ബാക്കി കാശിനൊരു ചെറിയ കടയിട്ട് പിന്നീടുള്ള ജീവിതത്തിനായി അവൾ ഉപജീവന മാർഗവും കണ്ടുപിടിച്ചു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്